ഹായ് ഫ്രണ്ട്സ്, SSC CGL 2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. വലിയ മാറ്റങ്ങളോട് കൂടിയാണ് ഈ വർഷം CGL 2026 നോട്ടിഫിക്കേഷൻ വന്നത്. പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് സെക്ഷണൽ ടൈമർ Tier 1-നും Tier 2-നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റുകൾ ഗസറ്റഡ് പോസ്റ്റുകളാണ്. ലെവൽ 8 പോസ്റ്റുകളാണ് തിരിച്ചു വന്നിട്ടുണ്ട്. ലെവൽ 8 പോസ്റ്റുകളിൽ സ്റ്റേറ്റ് കേഡർ, സെൻട്രൽ കേഡർ എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. അതിൽ സ്റ്റേറ്റ് കേഡർ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മലയാളം 10th ലെവലിൽ നിങ്ങൾ മലയാളം ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. പഠിച്ചിരിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഇക്വാലൻസി അല്ലെങ്കിൽ മലയാളം 10th സ്റ്റാൻഡേർഡ് മലയാളത്തിൻ്റെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം. ഇങ്ങനെ കുറേ മാറ്റങ്ങൾ ഈ വർഷത്തെ CGL Tier 1 എക്സാമിനേഷന് നോട്ടിഫിക്കേഷന് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആൾക്കാർ ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ ഡൗട്ട്സ് ചോദിക്കുന്നതുമായ ഒരു ഭാഗമാണ് സെക്ഷണൽ ടൈമർ എന്നത്. എങ്ങനെ സെക്ഷണൽ ടൈമറിനെ എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാമെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം സെക്ഷണൽ ടൈമർ വന്ന സമയത്ത് അല്ലെങ്കിൽ സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മുമ്പേ തന്നെ സെക്ഷണൽ ടൈമറിൻ്റെ കാര്യങ്ങൾ സെലക്ഷൻ പോസ്റ്റ് എക്സാമുകൾക്കും അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ എക്സാമുകൾക്കും ഒക്കെ സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ സെക്ഷണൽ ടൈമറുള്ള മോക്കുകൾ പല ആൾക്കാരും എടുത്തിട്ടുണ്ട്. അപ്പം സെക്ഷണൽ ടൈമർ വരാതിരിക്കാം എന്നുള്ള 2 പോസിബിലിറ്റി CGL Tier 1 ഉണ്ടായിരുന്നെങ്കിലും സെക്ഷണൽ ടൈമർ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി എങ്ങനെ എഫക്റ്റീവ്ലി സെക്ഷണൽ ടൈമറിനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം പ്രോബബിളി സെക്ഷണൽ ടൈമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും, എല്ലാവരെയും ഒരേപോലെ ബാധിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാവരെയും ഒരേപോലെ ബാധിക്കും, ഒരാളെ മാത്രമല്ല ബാധിക്കുക. നോർമലി നിങ്ങൾ 25 മിനിറ്റ് കൊണ്ട് 30 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 25 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നത് ആദ്യമേ നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. അല്ലാതെ 15 മിനിറ്റിൽ ഞാൻ 25 ക്വസ്റ്റ്യൻ തന്നെ കംപ്ലീറ്റ് ചെയ്യണം, QAൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വാശി അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ എററിലേക്കും നെഗറ്റീവ്സിലേക്കും മാത്രമേ വരൂ. നമുക്ക് ഓരോരോ സെക്ഷനായിട്ട് ഇത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 15 മിനിറ്റ് വീതം QA, 6, ഇംഗ്ലീഷ് ആൻഡ് GK ഇത്രയാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും പേടിക്കുന്നത് QAൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ QAൻ്റെ കാര്യം ഞാൻ ഏറ്റവും അവസാനം പറയാം. ആക്ച്വലി നിങ്ങൾ GKയിലും ഇംഗ്ലീഷിലുമാണ് ഈ ഒരു കാര്യത്തിൽ. കാരണം ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങളൊരു സെക്ഷണൽ മോക്ക് GKക്ക് എടുക്കുന്ന സമയത്ത് 15 മിനിറ്റ് വെച്ചിട്ടോ 12 മിനിറ്റ് വെച്ചിട്ടോ നിങ്ങളൊരു സെക്ഷണൽ മോക്ക് ഇംഗ്ലീഷിന് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ റിയൽ മോക്കിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് 1 മണിക്കൂറുള്ള മോക്കിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് സ്കോർ കയറുന്നില്ല, എത്രത്തോളം എത്തുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് ഒരു 9 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് എറേഴ്സ് കൂടുന്നു. ഇവിടെ നിങ്ങൾക്ക് 15 മിനിറ്റ് പക്ക ഇംഗ്ലീഷിന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അത്യാവശ്യം ലെവലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 45ൻ്റെ മുകളിൽ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. കാരണം കോംപ്രിഹെൻഷൻ ആണെങ്കിലും ക്ലോസ് ടെസ്റ്റ് ആണെങ്കിലും PQRS ആണെങ്കിലും നിങ്ങൾക്ക് നല്ല ടൈം എടുത്തിട്ട് അനലൈസ് ചെയ്ത് ചെയ്യാനുള്ള സമയം ആ 15 മിനിറ്റ് കൊണ്ടുണ്ട്. സോ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് നല്ല ലെവലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അത് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് നോർമലി എത്രയാണോ നിങ്ങൾ ഒരു 9 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷ് തീർക്കുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് ഈ എഡ്യൂക്കേറ്റീവ് ന്യൂ പാറ്റേണിൽ കിട്ടുന്ന ഇംഗ്ലീഷ് സ്കോറിനേക്കാളും ഒരു 8-10 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഈ ടൈം എടുത്ത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കിട്ടും. എറർ നിങ്ങൾക്ക് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷിന് എന്ന് പറയുന്നത് നല്ലൊരു എഡ്ജ് ഈ പുതിയ സെക്ഷണൽ മോക്കുള്ള സമയത്ത് നിങ്ങൾക്ക് നിർബന്ധമാണ്. കാരണം 15 മിനിറ്റ് ഉള്ള സമയത്ത് ഇംഗ്ലീഷിന് വലിയൊരു ധാരണ അല്ലെങ്കിൽ ഏവറേജ് ലെവലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം കിട്ടുന്ന സമയത്ത് എറർ കൂടും. എന്നാൽ അത്യാവശ്യം നല്ല ധാരണയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം കിട്ടുമ്പോൾ അവർ അനലൈസ് ചെയ്തതിൽ എറർ കുറയ്ക്കും, അവർക്ക് നല്ല സ്കോർ നേടാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ടൻറ്റ് കൂടി എഡ്യൂക്കേറ്റീവ് ലെവലിലുള്ള കണ്ടൻറ്റ് ഇംഗ്ലീഷിന് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്കിത് അതൊരു സെക്ഷണൽ കട്ട് ഓഫ് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഓരോന്നിനും സെക്ഷണൽ കട്ട് ഓഫ് ഈ 15 മിനിറ്റിൽ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ലെവൽ, ഇംഗ്ലീഷിൻ്റെ ഒരു സെക്ഷണൽ കട്ട് ഓഫ്, ഒരു ഏവറേജ്, സെക്ഷണൽ ഏവറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൻ്റെ ഏവറേജ് എന്ന് പറയുന്നത് നന്നായിട്ട് കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇതേ സാധ്യതകളാണ് GKയിൽ ഉണ്ടാവുക. കാരണം GK നമ്മൾ നോർമലി ഒരു 3 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും അത് വായിച്ച് മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു സമയം നമ്മൾ നോർമലി കൊടുക്കാറില്ല. കാരണം അത് കിട്ടാറില്ല. കാരണം ആ സമയങ്ങളെല്ലാം നമ്മൾ ലാഭിച്ച് ഏറ്റവും അവസാനം നമ്മൾ QAക്ക് കൊടുക്കുകയാണ് ചെയ്യാറ്. 99.99% ആൾക്കാരും ഇത് തന്നെയാണ് ചെയ്യാറ്. ഇപ്പം 15 മിനിറ്റ് നിങ്ങൾക്ക് GKക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GKക്ക് അത്യാവശ്യം ധാരണയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കൃത്യമായിട്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ GK ഇമ്പ്രൂവ് ചെയ്ത് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം GKക്കും ഇംഗ്ലീഷിനും നിങ്ങൾ കണ്ടൻറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് അഡ്വാൻറ്റേജ് ആണ്. എഡ്ജ് കിട്ടും, നല്ല രീതിയിൽ എഡ്ജ് കിട്ടും. അവർ GKക്ക് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ GK ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ആലോചിച്ച് എലിമിനേറ്റ് ചെയ്തിട്ട്
50-50 ചാൻസ് ഉള്ളതെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി 50-50 ഉള്ളതിനെ കുത്തിയിട്ട് നിങ്ങൾക്ക് മാക്സിമം സ്കോറിലേക്ക് നിങ്ങൾക്ക് ജി കെയിൽ എത്തിക്കാൻ പറ്റും, ഇംഗ്ലീഷിലും എത്തിക്കാൻ പറ്റും. റീസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നോർമലി എല്ലാ ആൾക്കാരും ഒരു 12 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ തന്നെയാണ് ഫിനിഷ് ചെയ്യുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഈ സെക്ഷണൽ ടൈമർ വന്നതുകൊണ്ട് ഉണ്ടാവാറില്ല. കാരണം 15 മിനിറ്റിൻ്റെ മുകളിൽ റീസണിങ്ങിന് എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എന്നാലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റീസണിങ് മുമ്പ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, റീസണിങ് നിങ്ങൾ 2 റൗണ്ടായിട്ട് തന്നെ പോകണം. എപ്പോഴും 2 റൗണ്ടായിട്ട് തന്നെ റീസണിങ് പോകണം. ഇപ്പോൾ റീസണിങ്ങിന് വലിയൊരു ബുദ്ധിമുട്ടുകൾ ആൾക്കാർ അനുഭവപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ലാസ്റ്റ് ലീവ് ബോർഡിൻ്റെ ലൈവ് മോക്കൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റീസണിങ്ങിന് 45-46 മുകളിൽ സ്ഥിരമായിട്ട് കിട്ടാറുണ്ട്. റീസണിങ് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടുകയാണ് ചെയ്യുന്നത്. 12 മിനിറ്റ് 13 മിനിറ്റ് കൊണ്ട് തീർക്കുന്നത് ഒരു 15 മിനിറ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ എക്സ്ട്രാ ടൈം കിട്ടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എപ്പോഴും 2 റൗണ്ട് പോവുക. ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ലെങ്തി ആയിട്ട് ആൻസർ ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങൾ, ഒരുപാട് സമയം എടുക്കുന്ന സാധനങ്ങൾ, ചിലപ്പോൾ നമ്പർ സീരീസ് ആയിരിക്കാം, ചിലപ്പോൾ അതിൽ വരുന്നത് ചിലർക്ക് അനലോജി ആയിരിക്കാം, ചിലർക്ക് കൗണ്ടിങ് ദ ഫിഗേഴ്സ് ആയിരിക്കാം, ചിലർക്ക് എന്തായിരിക്കാം കോഡിങ് ഡീകോഡിങ് ആയിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങൾ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ടൈം എടുക്കും തോന്നുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു 17-18 ക്വസ്റ്റ്യൻസോളം ചെയ്ത് തീർക്കുക റീസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ക്രിട്ടിക്കൽ റീസണിങ് ഓൾസോ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കൊണ്ട് 18 ക്വസ്റ്റ്യൻസ് 19 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുക. ബാക്കി വരുന്ന നെക്സ്റ്റ് റൗണ്ടിൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബാക്കി വരുന്ന ഈ ഒരു 5-6 ക്വസ്റ്റ്യൻസിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആ രീതിയിൽ 2 റൗണ്ട് നിങ്ങളത് തീർക്കുക. ആൻഡ് ലാസ്റ്റ് ക്യു എ ആണ് ഏറ്റവും ആൾക്കാർ പേടിക്കുന്നത്. നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് 25 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ക്യു എ അല്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ക്യു എ ചെയ്യുന്ന ഒരാളാണ്. ആ 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 25 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 23 ക്വസ്റ്റ്യൻ ഒക്കെ ശരിയാക്കുന്ന ഒരാളാണെങ്കിൽ അത് 15 മിനിറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം കുറയും, മാർക്ക് നന്നായിട്ട് കുറയും. അപ്പോൾ 15 മിനിറ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. ഒരിക്കലും 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതല്ല. ക്യു എൻ്റെ കട്ട് ഓഫ് സെക്ഷണൽ ഒരു ആവറേജ്, സെക്ഷണൽ ആവറേജ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുറയും. അതിനനുസരിച്ചും കട്ട് ഓഫ് കുറയും. അതായത് ഒറിജിനൽ കട്ട് ഓഫും ഫൈനൽ കട്ട് ഓഫ് നിങ്ങൾക്ക് അതിനനുസരിച്ച് രീതിയിൽ കുറയുന്നതാണ്. അപ്പോൾ ക്യു എക്ക് നോർമലി SSC ചോദിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണെങ്കിൽ, വളരെ സിമ്പിൾ ആക്കിയിട്ടില്ലെങ്കിൽ, നോർമലി SSC ചോദിക്കുന്ന അതേ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് 25-30 മിനിറ്റ് നിങ്ങൾക്ക് ക്യു എക്ക് കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് ക്യു എ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വിശദമായിട്ട് രീതിയിൽ ഞാൻ മുമ്പുള്ള വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. അതേ രീതി ഫോളോ ചെയ്ത് വന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ റൗണ്ടിൽ ക്യു എ തീർക്കുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങൾക്കൊരു 30 മിനിറ്റ് കിട്ടി, മുമ്പത്തെ സെനോരിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു 30 അല്ലെങ്കിൽ 25 മിനിറ്റ് കിട്ടി. ആ 25 മിനിറ്റിൽ ഒരു 20 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ 25 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഉള്ളപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതാണോ അത് മാത്രം നോക്കുന്നു. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 15 മിനിറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ 15 മിനിറ്റ് സെക്ഷണൽ ക്യു എക്ക് വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നിങ്ങളുടെ സ്പീഡ് കൂട്ടിയാൽ നിങ്ങളുടെ ആക്യുറസി കുറയും, നന്നായിട്ട് എറർ വരും. നിങ്ങൾ സ്പീഡ് കുറച്ചാൽ നിങ്ങളുടെ അറ്റംപ്റ്റും കുറയും. അപ്പോൾ ഇത് രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. സോ ഇത് രണ്ടും മാനേജ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് നല്ലൊരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ കൊണ്ടുപോകൂ. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, 15 മിനിറ്റാണ് നിങ്ങൾക്കുള്ളത്. അഗെയിൻ 15 മിനിറ്റിൽ നിങ്ങൾ പല ആൾക്കാരും ഇപ്പോൾ അറ്റൻഡ് ചെയ്ത ആൾക്കാർ പലരും പറയുന്നത് 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും കാണാൻ പറ്റുന്നില്ല. ഒരു 20 ക്വസ്റ്റ്യൻ വരെ കാണുന്നത് തന്നെയുള്ളൂ. അതിലൊരു 15-16 മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നുള്ളൂ. ഇങ്ങനെ പാടില്ല. 15 മിനിറ്റാണുള്ളത്, നമുക്ക് 25 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ, ഞാൻ മുമ്പ് പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തതിൽ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസിലെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന്, നിങ്ങൾ ലെങ്തി ആയിട്ട് ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ, ലെങ്തി ആയിട്ട് ആൻസർ ഉണ്ടെങ്കിൽ. പിന്നെ ഒന്ന്, നിങ്ങൾ കണ്ടുപരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ. മൂന്നാമത്തതാണ്, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആയാൽ നിങ്ങൾ സ്പോട്ടിൽ സ്കിപ്പ് ചെയ്യണം. അത് അന്ന് നിങ്ങൾക്ക് ഈവൻ കുറച്ചുകൂടി സമയം കിട്ടുമെങ്കിലും ഇപ്പം തീരെ കിട്ടില്ല. ഇപ്പം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത് സ്പോട്ടിൽ സ്കിപ്പ് ചെയ്യാനാണ്. അപ്പോൾ അത് ഫോളോ ചെയ്ത് വന്ന ആൾക്കാർ എന്നോട് പറയാറുണ്ട്, സാർ അത് ഫോളോ ചെയ്ത് തന്നതിനോട് നല്ല ഉപകാരമാണ്, കാരണം സ്കിപ്പ് ചെയ്യാൻ പഠിക്കും. കാരണം സ്കിപ്പ് ചെയ്യാനാണ് ഈ ഒരു സെക്ഷണൽ ടൈമർ വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സെക്ഷണൽ ടൈമർ വരുന്ന സമയത്ത് അറ്റംപ്റ്റ് കൂടുന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് കൊടുത്തോ എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ സെക്ഷണൽ ടൈമർ വെച്ചിട്ട് 15 മിനിറ്റിൻ്റെ ക്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾ നല്ല പ്രാക്ടീസുള്ള ഒരാളാണെങ്കിൽ, നന്നായിട്ട് പ്രാക്ടീസുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ കുറച്ച് കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കവർ ചെയ്ത ഒരാളാണെങ്കിൽ, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എത്ര മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാം എന്നറിയാം. 45 സെക്കൻഡിൽ കൂടുതൽ ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യണം. അതാണ് ഇവിടെ പഠിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. 45 സെക്കൻഡ് കൂടുതൽ നിങ്ങൾ ടൈം എടുക്കും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളാം. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളാം. ദെൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്തു വന്നു, അതുപോലെ തന്നെ കണ്ടുപരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്തോളാം. കണ്ടുപരിചയത്തില്ലാത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ സ്കിപ്പ് ചെയ്യണം. ദെൻ നിങ്ങൾ ചെയ്ത് വന്നിട്ട് സ്റ്റക്ക് ആയാൽ ഒരിക്കൽ പോലും ഈ ഒരു പുതിയ സെനോരിയയിൽ നിങ്ങൾ ഒരു
തവണ പോലും നിങ്ങൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യരുത്, നോക്കരുത്, സ്പോട്ടിൽ സ്കിപ്പ് ചെയ്തോളൂ, അടുത്ത ക്വസ്റ്റിനിലേക്ക് കടന്നോളാം. ഇങ്ങനെ ഒരു 15 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു 10-12 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യനും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ആ 25 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യനും, അതായത് സിമ്പിളായിട്ട് അല്ലെങ്കിൽ 30 സെക്കൻഡ് 45 സെക്കൻഡ് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഈ 12 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. സോ ഒരു 12 മിനിറ്റ് കൊണ്ട് നിങ്ങളൊരു 15-16 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരിക്കണം. ഞാൻ നോർമൽ ഒരു ലെവൽ ഓഫ് എക്സസി എക്സാമിനേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ചിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുണ്ടാവും. വളരെ സിമ്പിളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 12 മിനിറ്റ് കൊണ്ട് തന്നെ 20-22 എണ്ണം ചിലപ്പം കവർ ചെയ്തു പോകും. അല്ലെങ്കിൽ നിങ്ങളൊരു 12 മിനിറ്റ് കൊണ്ട് 15-16 എണ്ണം കവർ ചെയ്തിരിക്കണം. ബാക്കി വരുന്നൊരു 4 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവും. ഈ 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കറിയാം ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 45 മിനിറ്റിൽ അല്ലെങ്കിൽ 45 സെക്കൻഡിൽ കൂടുതൽ ടൈം എടുക്കും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 1 മിനിറ്റോളം എടുക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിലേക്ക് പോവുക, അതിലേക്ക് പോയിട്ട് അത് കവർ ചെയ്യാം. ഒരിക്കലും കണ്ടുപരിചയമില്ലാത്തതോ അല്ലെങ്കിൽ പുതിയ ടൈപ്പോ ആയ ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ എന്താവരുത്, ഈ രണ്ടാമത്തെ റൗണ്ടിൽ പോരുത്. ഈ ടൈപ്പ് ഓഫ്, അതായത് 45 സെക്കൻഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മിനിറ്റോളം എടുക്കും എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുക. സോ ആ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നിട്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ കണ്ടുപരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസോ സ്റ്റക്കായ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അതിലേക്ക് പോവുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവ്ലി മാക്സിമം ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടും. അല്ലാതെ ഒരിക്കലും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നോ 22 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് എക്സെപ്ഷണലി മുമ്പേ നിങ്ങൾ അതേ രീതിയിൽ തന്നെ 15 മിനിറ്റ് കൊണ്ട് തന്നെ QA ഫിനിഷ് ചെയ്യുന്ന ഒരാളായിരിക്കണം മുമ്പേ തന്നെ, അല്ലെങ്കിൽ അത് വളരെ ഈസി ആയിരിക്കണം. അരിത്മെറ്റിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവൂ. വളരെ ഈസി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 22-23 അറ്റംപ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ മുമ്പ് 25 മിനിറ്റ് കൊണ്ട് 24-23 ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു, എനിക്ക് 45-44 മാർക്കൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് 35 മാർക്കേ കിട്ടുന്നുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും, അല്ലെങ്കിൽ 32 മാർക്കേ കിട്ടുന്നുള്ളൂ എന്ന് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. അല്ലെങ്കിൽ അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, അത് ആലോചിച്ച് നിങ്ങൾ പാനിക് ആവരുത്. കാരണം നോർമൽ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണെങ്കിൽ, അത് കുറച്ചൊരു ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ തന്നെ 15 മിനിറ്റ് കൊണ്ട് 15 അറ്റംപ്റ്റ് ഇറക്കി നിങ്ങൾക്ക് മാക്സിമം വരും. എക്സാമിനേഷൻ്റെ എത്രത്തോളം സിമ്പിളാണ് എന്നതിനനുസരിച്ചിരിക്കും കൂടുതൽ അറ്റംപ്റ്റ് കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞൊരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി കൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 18-19 ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റും ആ ഒരു 15 മിനിറ്റ് കൊണ്ട്. ഒരു ആവറേജ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ, ടഫ് കൂടിക്കഴിഞ്ഞാൽ അതിനേക്കാട്ടും എണ്ണം കുറയും, ഈസി ആണെങ്കിൽ ഇതിനേക്കാട്ടും എണ്ണം നിങ്ങൾക്ക് കൂട്ടാനും പറ്റും. അപ്പം ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സ്കിപ്പ് ചെയ്യാനാണ്. ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും, അതായത് ഈ SSC ഇപ്പോഴത്തെ സെക്ഷണൽ ടൈമർ കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് മുമ്പ് സ്കിപ്പ് ചെയ്ത് പഠിക്കാത്ത ആൾക്കാരാണ്. മുമ്പ് ഒരിക്കലും 2 റൗണ്ട് വരാത്ത ആൾക്കാരാണ്. ആ 2 റൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ 2 റൗണ്ട് വന്നിട്ടുണ്ടാവും, അതായത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മാത്രം മാറ്റി വെച്ചിട്ടുള്ള 2 റൗണ്ട്. അതല്ലാതെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 25-30 മിനിറ്റ് നിങ്ങൾ QAക്ക് അലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 15 മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് റൗണ്ട് പൂർത്തീകരിക്കണം, ബാക്കി 15 മിനിറ്റ് കൊണ്ട് സെക്കൻഡ് റൗണ്ട്. ആ ഫസ്റ്റ് റൗണ്ടിൽ സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ലെവൽ ഫോളോ ചെയ്ത് വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സ്കിപ്പ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെക്ഷണൽ ടൈമർ വരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഡെയിലി ഒരു 2 ഫുൾ മോക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം പോയി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫുൾ മോക്കിൻ്റെ ഒരു തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഇംഗ്ലീഷിന് നിങ്ങൾക്ക് ടൈമിംഗ് ഓക്കെയാണ്, GKക്ക് നിങ്ങൾക്ക് ടൈമിംഗ് ഓക്കെയാണ്, എല്ലാം കൂടി നിങ്ങൾ ടൈമിംഗ് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. റീസണിങ്ങിന് നിങ്ങൾക്ക് ടൈമിംഗ് ഓക്കെയാണ്. നിങ്ങൾക്ക് ആകെ ടൈമിംഗ് പ്രശ്നമുള്ളത് QAക്ക് മാത്രമാണ്. അതുകൊണ്ട് ഈ ഫുൾ മോക്ക് അനലൈസ് ചെയ്യുന്നത് നിർത്തിയിട്ട്, അത് വേണമെങ്കിൽ വീക്കിലി 1-2 ആക്കിയിട്ട് അതൊരു കോമ്പറ്റീഷൻ ലെവലിൽ നിങ്ങൾ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും നിങ്ങളൊരു 2 സെക്ഷണൽ മോക്കെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് QAക്ക് പ്രാക്ടീസ് ചെയ്യാം. അതൊരു 17, 18, 19 നിങ്ങൾ കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല സ്കോറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള സമയം നിങ്ങൾ ഇംഗ്ലീഷിൻ്റെയും GKൻ്റെയും കണ്ടൻറ്റ് കൂട്ടുക. ഇംഗ്ലീഷിൻ്റെയും GKൻ്റെയും നിങ്ങൾക്ക് ടൈമിംഗ് കിട്ടുന്ന സമയത്ത് അത് ഓൾറെഡി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ അവർ നന്നായിട്ട് സ്കോർ ചെയ്യും. നിങ്ങളതിൽ ചിലപ്പം ബാക്കോട്ട് വരാൻ സാധ്യതയുണ്ട്, ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷണൽ ടൈമറിനെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നിങ്ങൾക്ക് മുന്നിൽ ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട്. ഇനിയും ഓൾമോസ്റ്റ് ഒരു 100 ദിവസത്തോളം അല്ലെങ്കിൽ 90 ദിവസത്തോളം നിങ്ങൾക്ക് എന്തുണ്ട്, CGL എക്സാമിനേഷന് വേണ്ടി ബാക്കിയുണ്ട്. ആ CGL എക്സാം അത്രയും സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ഈസിലി ഒരു 18-19 ക്വസ്റ്റ്യനിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം സെക്ഷണൽ ടൈമർ ഓൾറെഡി നമുക്കറിയാം ബാങ്ക് എക്സാമിനുണ്ട്. ആ ബാങ്ക് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് നിങ്ങൾക്കറിയാം 200-ൽ ചിലപ്പോൾ 80 മാർക്കൊക്കെയാണ് ടോട്ടൽ കട്ട് ഓഫ് വരിക. ഓരോന്നിൻ്റെയും സെക്ഷണൽ കട്ട് ഓഫ് അത്രയും കുറവാണ് വരിക. സോ അതിൽ ഏറ്റവും എഫക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് ഒരു നോർമൽ പേഴ്സണ് ഒരു 45 സെക്കൻഡ് കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പായി പോകരുത്. ഇപ്പോൾ 20 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ എത്തി, ബാക്കി 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടുപോയി. ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് 20 വരെ നിങ്ങൾക്ക് എത്തിയുള്ളൂ. ആ 5 ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്, 20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ ഔട്ടാണ്.
നേരെ മറിച്ച് നിങ്ങൾ 25 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു, വീണ്ടും സെക്കൻഡ് റൗണ്ടിലാണ് ഈ പറഞ്ഞ ബാക്കി ടഫ് ക്വസ്റ്റ്യൻസ് എത്തുന്നതെങ്കിൽ നിങ്ങൾ ഇന്നാണ്. അതൊരു പ്രോപ്പർ എഫക്റ്റീവ് സ്ട്രാറ്റജി മാത്രം ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. സോ സെക്ഷണൽ കട്ട് ഓഫിനെ നിങ്ങൾ യാതൊരു തരത്തിലും സെക്ഷണൽ കട്ട് ഓഫ് അല്ല, സെക്ഷണൽ ടൈമറിനെ നിങ്ങൾ യാതൊരു തരത്തിലും എന്താക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. എഫക്റ്റീവ്ലി അത് എന്താക്കിയാൽ മതി, മാനേജ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതി. കൂടുതൽ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ കണ്ടൻറ്റ് നല്ല രീതിയിൽ കൂട്ടുക. ഇംഗ്ലീഷിന് നിങ്ങൾക്ക് എന്താവരുത്, ഒരു 45 മാർക്കിലേക്ക് നിങ്ങൾ എത്തിക്കണം. കാരണം ഇംഗ്ലീഷിന് 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷിലുള്ള എല്ലാ ആൾക്കാരും അത് ലെവലിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് കുറയും. ജി കെയും അതേപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന ജി കെ നിങ്ങൾക്കും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവരെല്ലാവർക്കും അറിയുന്ന ജി കെയിൽ എലിമിനേറ്റ് ചെയ്ത് ആ നോർമലി എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകൾ, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഏതാണോ അത് വെച്ചിട്ട് അവർ നല്ല രീതിയിൽ സ്കോർ ചെയ്യും. അപ്പം അതും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അപ്പോൾ സെക്ഷണൽ ടൈം പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.